എക്സിബിഷനിലായിട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ അവിടെ ഗൈസ് അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പട്ടകര എക്സിബിഷനിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ബസ് ഇറങ്ങി നടക്കുകയാണ്. ശാലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലായി. പിന്നെ 4 പേരുള്ള വണ്ടിയിൽ വന്നാൽ പറഞ്ഞ് നമ്മൾ പിടികൂടി പിറ്റേ ദിവസം വീട്ടിലേക്ക് നല്ല നോട്ടീസ് എത്തും. 1000 രൂപ ഫൈനും കിട്ടും. അതുകൊണ്ടും കൂടി ഞങ്ങൾ സ്കൂട്ടിയിൽ വന്നില്ല. ഞങ്ങളെല്ലാവരും ബസ്സിൽ വന്നു ഗൈസ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഗൈസ് ഇൻഷാല്ല ഒരു വലിയൊരു ട്രിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞാൽ അതിൽ ഞാൻ അതും വീട്ടിൽ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എക്സിബിഷൻ്റെ സ്ഥലത്തെത്തി ഗൈസ്. അങ്ങനെ കാണുന്നത് എക്സിബിഷൻ. ഇതിൻ്റെ പേരെന്താ നമ്മളങ്ങനെ ആരംഭിക്കുകയാണ്. എക്സിബിഷൻ അതിൻ്റെ ഇവിടെ തന്നെ നടക്കണം. അപ്പോഴും ഇതിൽ രാത്രി വന്നാൽ ഡ്രസ് ഉണ്ടാവുക. അവിടെയാണ് എക്സിബിഷൻ നടക്കുന്ന സ്ഥലം. അവിടെ എൻട്രി. അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് നടന്നു വന്നാൽ ഇതാണ് നമ്മുടെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലം. അയ്യോ അതാ ഇവിടുന്ന് ഇതില് കാണാം. അവിടെ അല്ല അവിടെ എൻട്രി വെക്കേണ്ടത്. വടകര കാർഗിൽ എക്സിബിഷൻ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. അവിടെയാണ് മെയിൻ എൻട്രി ഉള്ളത്. അവിടെ നമുക്ക് കയറി വന്ന് ഇവിടെ എൻട്രി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രി. അങ്ങ് അകലിൽ നിന്നൊരാ ഒരാൾ വരുന്നുണ്ട്. അങ്ങ് അകലിൽ നിന്ന് റീഷൻ വെറുതെ കറങ്ങുന്ന തൊക്കിൽ ആരുമില്ല. വെറുതെ അത് കറങ്ങുന്ന അതിന് തല കറങ്ങില്ല. നമുക്കിപ്പോൾ കാര്യം പറയും. പക്ഷെ നമ്മളെല്ലാം ടിക്കറ്റ് എടുത്ത് അതിൽ നിന്ന് കയറി പോവാം. ഞാൻ പറഞ്ഞു ടിക്കറ്റ് എടുത്ത് പൊട്ടന്മാർ മിന്നസ് ഒരു ഹായ് പറയാം സിസ്റ്ററിനോട്. ഇതാരാണ് പറഞ്ഞ ആയിക്കൊള്ളാത്ത പേരിട്ട് വെച്ചിക്ക്. നമുക്ക് ടിക്കറ്റ് എടുത്ത് അതിൽ എവിടെ നമ്മൾ 1 2 3 4 5 6 7 8 ടിക്കറ്റ് കിട്ടി. ഇത് നമുക്ക് അതിനുള്ളിൽ നോക്കൂ ഫിഷ് സ്റ്റോൾ. നല്ല അടിപൊളി ഫിഷ്. ഫിഷ് വട്ട് ഈസ് നെയിം അന്നും അനങ്ങുന്നില്ല. ചേട്ടൻ ഇഷ്ടമില്ല. ഈ 2 ഭാഗത്ത് കുറേ ഫിഷുകളുണ്ട്. ഏതെല്ലോ ഫിഷുകളുണ്ട്. നമുക്ക് ഇതിൽ കൂടെ നടുവിൽ കൂടെ നടന്നുമ്പോൾ ഫിഷുകളുണ്ട്. കിളികളുണ്ടോ? നമുക്ക് കിളികളുടെ ശബ്ദം കേൾക്കുന്നു. അയ്യോ ഇതിൽ മീനില്ല. നോക്ക് ഫേക്ക് മീനില്ല. ഫേസ് റിവീലാണിത്. മറ്റേ സാധ്യത ഹായ് കോയി. വാട്ട് ഈസ് യുവർ നെയിം?
ഇത് ഗർഭിണിയാന്ന് തോന്നുന്നു, വയറ് തടിച്ച്. 2 കോഴികളുണ്ട്, 2 ഗർഭിണിയാക്കിയത്. ഇത് മറ്റേ ബ്രൗൺ കോഴി. ഇവിടെ വരെ ഫിഷിന്റെ സെറ്റാണ്. കിളികൾ, ഇത് കുഞ്ഞിക്കോയി. നമുക്ക് ഓക്കിഞ്ചോടി മൈൻഡില്ല. ബാ 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 നമുക്ക് ഫോട്ടോ എടുക്കാലോ. അയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ ഇന്ന് തളിയുന്നത് ഇതെന്നാ എലിയ? ഇത് കുഞ്ഞു കുഞ്ഞു റാറ്റ് നിക്കുന്നുണ്ടോ? ഹായ്, ഇവിടെ ഇതാ ഇതായിട്ടുണ്ട്. ഉറങ്ങുന്നൊന്ന് കാലിയാണ് ഗാലി. ഇതെല്ലാം ഫേക്കാണ് ഗായ്സ്. ഹായ് ഫിഷ്. ഇതെന്താ പക്ഷിയാ? ഇതെന്ത് പക്ഷിയാ? കൊത്തു കഴിഞ്ഞാ ബെൽറ്റിൽ ഞാൻ കേറി ഉള്ളി കയറിയത് കൊറേ പക്ഷി. നിറം മാറുന്ന ആള് ഒന്നിന്റെ മേലെ ഒന്ന് കയറി കിടക്കുന്നു. ലവേഴ്സാ? ഹലോ, ലവേഴ്സ് ആണോ? അല്ല ഇന്നെ തോന്നില്ല. ഇതാണ് ഓല. ഓലല്ലടാ ഒട്ടത് മര. അയ്യോ ഇതെന്താ? എനിക്ക് പേടിയാ അണ്ണാനത്. ആന്ന സാധനോ എന്തോ ഒരു പേരറിഞ്ഞൂടാത്തൊരു ഇതിലും പറയാ. കടവാതില് വിശ്വസിക്കാൻ കൊള്ളൂല ഈ സാധനത്തിന്. ഹലോ, അത് ഉറങ്ങുന്ന ഗൈസ്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമുക്കവിടെ കുറച്ച് വീഡിയോ എടുക്കാം. നാളെ വീഡിയോ എടുക്കുന്ന ബിരിയാണി ഉണ്ടോ സാർ? ഒരു വിരോധമില്ലല്ലോ. ഓക്കെ, ബൈ ബൈ ഗൈസ്. വൈറ്റ് അടിപൊളി താറാവ്. ഏയ് താറാവ്, അത്രയും നിറയുള്ള താറാവ്. തുറന്നിറങ്ങി നമുക്ക് രക്ഷപ്പെടാം. ഗൈസ് ഇവിടെ നമുക്ക് കരി പിടിച്ചിട്ടില്ല. വെക്കൂലേ മിനിയൂട്ടി പോരാ പക്ഷീനെ വീട് വെച്ചോടെ പാരറ്റിനെ വെച്ചോണ്ട് ഇവിടുന്ന് വിൽക്കാനും സമ്മതിക്കുന്നില്ല. അന്ന് ഞാൻ പേടിച്ചൊരു വൈക്കായി. അതിലൊന്നും ഇല്ലാലോ. ഹലോ, അത് മോതിരട്ടെ ജന ലവേഴ്സ് ലവ് ആരാണ് അങ്ങോട്ട് പൊന്തിക്കാൻ പറ്റും. ഹായ് കുഞ്ഞു കിളികൾ. ഹലോ ഹലോ. ഇതിന്റെ മുഖം നേരത്തെ കണ്ടില്ല.
അത് ചൊറിയുന്നതിന്റെ തിരക്കില്ല. കുറച്ച് നേരം കാറ്റുള്ളൂ. ഇതെന്താ സാധനം നിങ്ങൾക്ക് അറിയില്ല, ആരെങ്കിലും കമന്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയില്ല, അമ്മ അറിയുന്നൊരു താഴത്ത് കമന്റ് ചെയ്യും. കമന്റ് ഓഫ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും ലൈക്കാനും ചെയ്താൽ മതി. പേടിയാണ് പോയി. കൊത്തുന്നുണ്ട്, അപ്പറാവ് കൊത്തുന്നുണ്ട്. അപ്പൊ നമ്മള് എല്ലാ മൃഗങ്ങളെയും കണ്ടിട്ടുണ്ട്. ഈ എക്സിബിഷനിൽ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ കിഞ്ഞി ഉമ്മയോലെല്ലാം അങ്ങോട്ടാണ്. ഞാനും മാറ്റി ചെല്ലണം. ഞാനും മിന്നസ് ആദ്യം ചെല്ലും നമുക്ക് വെള്ളം സ്വിമ്മിങ് പൂളല്ലോ. ഞാൻ പറപ്പിച്ചല്ല. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അടിപൊളി. ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കാം. ഇങ്ങോട്ട് വരാന് വളപ്പിടയിൽ 1650 കാണുവാൻ ആഗ്രഹിക്കുന്ന കാണാത്തവർ കാണുവാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ അലോഡ് ആയിരുന്നു. ആരാലോട്ട് നിക്ക് ബീഫും പാമ്പരും കഴിക്കണം. ബീഫ് കറി പാമ്പര് കഴിക്കണം. എനിക്ക് നല്ല ബീഫും പാമ്പരും ഇതുപോലത്തെ ഷാപ്പിൽ ഇന്നത്തെ ഷാപ്പിൽ ഞാൻ കഞ്ചി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് പൊട്ടിക്കുന്നു. എത്രയും ചോദിക്കണം.
മാരുതി മരണക്കിണർ സർക്കസ് കോട്ടൺ നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇന്ത്യൻ സിനിമയിൽ ഇന്ത്യൻ സർക്കസിൽ ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൃശ്യമാഹാത്മ്യമായി മാരുതി മരണക്കിണർ സർക്കസ്. ചീറിപ്പായുന്ന മാരുതിക്കാരന്റെ ഡോറുകൾ തുറന്നിട്ടുകൊണ്ട് കൈകളിൽ കാലുകൾ ചെയ്യുന്ന ഈ ഡ്രൈവർമാർ നിങ്ങളെ അത്ഭുത പരതന്ത്രരാക്കും. മോട്ടോർ ബൈക്കുകളിൽ എഴുന്നേറ്റ് നിന്ന് കൈകൾ കോർത്ത് പിടിച്ച് ഡാൻസ് ചെയ്യുന്ന ഈ അത്ഭുത പ്രതിഭകൾ നിങ്ങളെ അത്ഭുതത്തിന്റെ മായാലോകത്തേക്ക് കൊണ്ടെത്തിക്കുന്നു. മാരുതി മരണക്കിണർ സർക്കസ് കാണാം, ആസ്വദിക്കാം, കുട്ടികൾക്കൊപ്പം കുടുംബത്തോടൊപ്പം. ഇതാ ഈ പരിപാടി കാണുവാനുള്ള ടിക്കറ്റുകൾ ഈ കൗണ്ടറിലൂടെ ലഭിക്കുന്നു. വേഗമാകട്ടെ, ഷോ ആരംഭിക്കാൻ സമയമാകുന്നു. അനന്തവിശാല നീരാകാശത്തിൽ അത്തമിട്ട് പാറിപ്പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളെ അനുസ്മരിപ്പിക്കും വിധം ഇന്ന് താഴെ ഇരുന്നിലും ഒഴുക്കിലും മരത്തടിയിലും നിർമ്മിച്ചിരിക്കുന്ന കൂട്ടൻ ഈ ആകാശ ചുറ്റുമലകളിൽ കൂടി ഒരേ സമയം അതൊന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പിടിച്ചിട്ടില്ല.